നമുക്കറിയാം, നമ്മുടെ പുരാതനമായ ആരാധനാക്രമ ജീവിതത്തിൽ, ആരാധനാക്രമത്തിൽ, പ്രത്യേകിച്ചും ആരാധനാക്രമ വത്സരത്തിൽ വിവിധ കാലങ്ങളുണ്ട്. രക്ഷാകര ചരിത്രത്തിലെ ഓരോ സംഭവവും നമ്മൾ ഓരോ കാലഘട്ടത്തിൽ ധ്യാനിക്കുകയാണ്. അങ്ങനെ ഒരു ആണ്ടുവട്ടക്കാലം നമ്മൾ സുവിശേഷ വായനകളിലൂടെയും അതുപോലെ നമസ്കാരങ്ങളിലൂടെയും ആരാധനാക്രമ പ്രാർത്ഥനകളിലൂടെയും എല്ലാം ഈശോയുടെ ജീവിതത്തിലൂടെ നമുക്ക് ലഭിച്ച രക്ഷയും അതിനു മുമ്പും അതിനുശേഷവും അവിടുന്ന് നമ്മളിൽ എങ്ങനെ സന്നിഹിതനായിരിക്കുന്നു എന്നുള്ളതുമെല്ലാം നമ്മൾ ധ്യാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സായാഹ്നത്തിൽ, ഈ ആരാധനാക്രമ വത്സരത്തിന് ഒരുക്കമായി ഞങ്ങളുടെ എല്ലാവരോടുമൊപ്പം ഈ സായാഹ്ന നമസ്കാരത്തിൽ പങ്കെടുക്കുവാൻ എനിക്കും അതിയായ സന്തോഷമുണ്ട്. ഏലിയാ സ്ലീഹ മൂശക്കാലത്തിന്റെ ചൈതന്യം എന്താണ്? അത് ഈശോയുടെ രണ്ടാമത്തെ വരവിനെ കുറിച്ചുള്ളതാണ്. മലാക്കിയുടെ പുസ്തകത്തില് നമ്മൾ വായിക്കുന്നുണ്ട്, പ്രവാചകനായ ഏലിയ അവൻ ഒരിക്കൽ കൂടെ വരും, അവൻ വീണ്ടും വരും, അവൻ വന്ന് ഈ ജനത്തെ മുഴുവൻ അവരുടെ പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി അവരെ ഈശോയുടെ വരവിനായിട്ട്, രക്ഷകന്റെ വരവിനായിട്ട് ഒരുക്കും. ഈ ഒരു വലിയ വിശ്വാസം യഹൂദർക്കുണ്ടായി. നമ്മുടെ കർത്താവ് പറയുന്നുണ്ട്, രണ്ടാമത്തെ ഏലിയ സ്നാപക യോഹന്നാനാണ്. അവൻ വന്നു, വഴി ഒരുക്കി, അതിനുശേഷം രക്ഷകനായി നമ്മുടെ കർത്താവ് കടന്നു വരുന്നുണ്ട്. ആ ഒരു വലിയ വിശ്വാസം, രക്ഷകൻ വരുന്നു, അവൻ വീണ്ടും വരുന്നു, ഏലിയ പ്രവാചകൻ വരുന്നു, ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യാശയുടെ അനുഭവത്തിലായിരുന്നു ആ ജനത്തിന്റെ യാത്രയെപ്പോൾ. ഈശോയുടെ രൂപാന്തരീകരണ വേളയിൽ നമ്മൾ കാണുന്നുണ്ട്, ഈശോയും ഏലിയായും മൂശയും അവിടുത്തേക്ക് പ്രത്യക്ഷപ്പെട്ടു. അവിടുന്ന് അവരുമായി സംഭാഷണത്തിൽ ഏർപ്പെട്ടു. അത് കർത്താവിന്റെ രണ്ടാമത്തെ വരവിന്റെ ഒരു അടയാളമാണ് എന്ന് പിതാക്കന്മാര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് ക്രൈസ്തവരെന്നുള്ള നിലയിൽ നമ്മളും പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും മക്കളാണ്. അത് കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ കൃത്യമായിട്ട് നോക്കി പാർത്തിരിക്കുന്ന ഒരു ജനതയാണ് നമ്മൾ. അതുകൊണ്ടാണ് നമുക്കൊരിക്കലും നിരാശപ്പെടാനായിട്ട് സാധിക്കുക. ഒരു ക്രിസ്ത്യാനി നിരാശപ്പെട്ട് അവന്റെ ജീവിതം അവസാനിപ്പിക്കുന്നുണ്ടെങ്കിൽ അവൻ പേരിൽ മാത്രമേ ക്രിസ്ത്യാനിയായിട്ടുള്ളൂ. അവനൊരിക്കലും ഈശോ മിശിഹായിൽ വിശ്വസിച്ചിട്ടില്ല. കാരണം ഈശോ മിശിഹ എന്ന് പറയുന്നത് 2000 വർഷങ്ങൾക്ക് അപ്പുറത്ത് ജീവിച്ചു മരിച്ചുപോയ ഒരു വ്യക്തിയല്ല. അവൻ ഇന്നും സഭയിൽ ജീവിക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇതിന്റെ പൂർണ്ണതയിൽ അവൻ വീണ്ടും നമ്മെ തേടി വരികയാണ്. ഈ ഒരു വലിയ വിശ്വാസമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പൊ നമ്മള് വെറുതെ ഒരു ശുഭാപ്തി വിശ്വാസക്കാര് മാത്രമല്ല, എല്ലാം ശരിയാവും, എല്ലാം നാളെ ചിലപ്പോൾ ശരിയാവും, അതല്ല നമ്മുടേത്. മറിച്ച് നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രത്യാശയും എന്താണ്? നമ്മുടെ കർത്താവ് ഇനിയും വീണ്ടും വരും എന്നുള്ളതാണ്. അതിലൊക്കെ നമ്മൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ടോ? ഒരു പിടിയില്ല. നമ്മുടെ കർത്താവ് നമ്മളെ തേടി ഇനിയും വരും. യഹൂദനും നമ്മൾ തമ്മിലുള്ള ഒരു വ്യത്യാസം അതാണ്. യഹൂദർക്ക് ഒരു പ്രാവശ്യമേ മിശിഹ വരത്തുള്ളൂ. അതുകൊണ്ടാണ് അവർ ഈശോയിൽ വിശ്വസിക്കാൻ കുറെയൊക്കെ വിസമ്മതിച്ചതിന്റെ ഒരു കാരണം അതാണ്. പക്ഷെ നമുക്ക് 2 പ്രാവശ്യം വരുന്നുണ്ട്. മിശിഹ വന്നു, അവൻ വന്നത് നമ്മളെ ഒരുക്കി, ഇനിയും വീണ്ടും വരും എന്ന് പറഞ്ഞിട്ടാണ് അവൻ പോയിരിക്കുന്നത്. നമുക്ക് 2 പ്രാവശ്യം നമ്മുടെ മിശിഹ വരുന്നുണ്ട്. അപ്പൊ രണ്ടാമത്തെ വരവിനായിട്ട് നോക്കി പാർത്തിരിക്കുന്ന ഒരു ജനതയാണ് നമ്മൾ. എന്നോട് ഒരു ചെറുപ്പക്കാരൻ പണ്ട് ചോദിച്ച ഞാൻ ഓർക്കാം, പിതാവേ, ഈശോ വന്നില്ലേ? വന്നു. രക്ഷിച്ചില്ലേ? രക്ഷിച്ചു. ഇനിയിപ്പോ നമുക്ക് പ്രശ്നമൊന്നുമില്ല, നമ്മളെല്ലാം രക്ഷപ്പെട്ടില്ലേ? ഇനി എന്നതിന് ഈ സഭ, എന്നതിന് ഈ കൂദാശകൾ? ഒരു വല്ലാത്ത ചോദ്യമാണ് നമ്മുടെ പിള്ളേര് നമ്മളോടൊക്കെ ചോദിക്കുന്നത്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, മോനെ, ഈ രക്ഷ എന്ന് പറയുന്നത് പല ഘട്ടങ്ങളിലായിട്ടാണ്. അത് നമ്മള് ഈശോ നമ്മളെ രക്ഷിച്ചു എന്ന് പറയുമ്പോൾ അവിടുന്ന് നമ്മളെ നീതീകരിച്ചു. റോമാക്കാർക്കുള്ള ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ വളരെ കാര്യമായിട്ട് നീതീകരണത്തെ കുറിച്ച് പറയുന്നു. നീതീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ചെയ്തതെല്ലാം ശരിയായെന്ന് പറയുന്നതല്ല നീതീകരണം. മറിച്ച് നമ്മൾ ചെയ്ത പാപങ്ങൾക്ക് മുഴുവൻ അവിടുന്ന് തന്റെ ജീവൻ വിലയായി കൊടുത്ത് അതിനെല്ലാം പരിഹാരം ചെയ്തു. അതാണ് നീതീകരണം. പക്ഷെ ഇനി അത്
കർത്താവിന്റെ രണ്ടാമത്തെ ആഗമനം വരെയുള്ള ജനതയ്ക്ക് ലഭ്യമാകണം. അതിനെന്താണ് മാർഗം? അതുകൊണ്ടാണ് അവിടുന്ന് സഭ സ്ഥാപിച്ചത്. സഭയെ അവിടുത്തെ രണ്ടാമത്തെ ശരീരമാക്കി മാറ്റി. മിശിഹായുടെ ശരീരമാണ് സഭ എന്ന് പറയുന്നത്. സഭയിൽ അവിടുന്ന് ജീവിക്കുന്നു. അതുകൊണ്ടാണ് നമുക്ക് കൂദാശകളുള്ളത്. ഈ കൂദാശകളിലൂടെ കർത്താവ് നേടിത്തന്ന നീതീകരണത്തിന്റെ ഫലങ്ങൾ നമ്മൾ അനുഭവിക്കുകയാണ്. ഇതാണ് സാങ്ക്ടിഫിക്കേഷൻ, വിശുദ്ധീകരണം. നമ്മളിപ്പോൾ കടന്നു പോകുന്നത് വിശുദ്ധീകരണത്തിന്റെ യുഗത്തിലൂടെയാണ്. ഇനി ഇതിനൊരു പൂർണ്ണതയുണ്ട്. അതെപ്പോഴാണ്? മഹത്വീകരണം. കർത്താവിന്റെ രണ്ടാമത്തെ വരവ്. കർത്താവ് രണ്ടാമത് വരുമ്പോൾ അവിടുന്ന് ആ ഗ്ലോറിയിൽ, മഹത്വത്തിൽ അവിടുന്ന് വരുമ്പോൾ അവിടെ നമ്മളും മഹത്വീകരിക്കപ്പെടുകയാണ് കർത്താവിനോടൊപ്പം. അങ്ങനെ നോക്കുമ്പോൾ കർത്താവിന്റെ നീതീകരണത്തിന്റെ ഫലങ്ങൾ ഉൾക്കൊണ്ട് ആ ഫലങ്ങൾ വിശുദ്ധീകരണത്തിലൂടെ നേടിയെടുത്ത് നമ്മൾ മഹത്വീകരണത്തിനായിട്ട് ഒരുങ്ങുകയാണ്. ഇതാണ് രക്ഷ എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ഈ എലിയാ സ്ലീഹാ മൂശക്കാലത്തിൽ നമ്മുടെ കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ നോക്കി പാർത്തുകൊണ്ട് ജീവിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, കർത്താവ് എന്ന് വരും, വരുമ്പോഴെങ്ങനെയായിരിക്കും? ഭൂമി കുലുക്കം ഉണ്ടാവോ? നമ്മളെല്ലാം തട്ടിപ്പോവോ? ഇങ്ങനെയുള്ള ഭയപ്പെടുത്തുന്ന അനുഭവങ്ങളോ ചിന്തകളോ അല്ല നമുക്ക് ഉണ്ടാവേണ്ടത്. നമ്മൾ രക്ഷകനെ കാണാൻ പോകുന്നു, അവനെ മുഖാമുഖം നമ്മൾ കാണാൻ പോകുന്നു. അതിന് നമ്മൾ ഒരുങ്ങിയോ എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു ചോദ്യം. ക്രിസ്ത്യാനി എന്നാണ് കർത്താവ് വരുന്നെന്നും പറഞ്ഞുകൊണ്ട് ദിവസം ഗണിച്ച് ജീവിക്കേണ്ടവനല്ല, അവന്റെ വരവിനായിട്ട് ഒരുങ്ങിയിരിക്കേണ്ടവനാണ്. അവൻ ചിലപ്പോൾ എപ്പോഴും എങ്ങനെയും വരാം. രാത്രിയിൽ കള്ളം വരുന്നത് പോലെ വരാം. കള്ളം പറഞ്ഞിട്ടല്ലല്ലോ വരുന്നത്. അവൻ എപ്പോഴും വരാം, എപ്പോൾ വേണമെങ്കിലും വരാം. പക്ഷേ നമ്മൾ ജാഗരൂകരായിരിക്കണം, നമ്മൾ ഒരുങ്ങിയിരിക്കണം. ഇതാണ് ഈ കാലഘട്ടത്തിന്റെ സന്ദേശം എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, 2000 ആണ്ടിൽ നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാവും, കുറെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുറെ പേര് ലോകാവസാനം പ്രവചിച്ചു. ലോകം അവസാനിക്കാൻ പോവാ. സൗത്ത് കൊറിയ എന്നൊക്കെ പറയുന്ന വളരെ സാങ്കേതിക വിദ്യയിൽ വളരെയേറെ വളർന്ന ഒരു രാജ്യത്ത് അവിടെ ഒരാൾ ഇങ്ങനെ പ്രവചിച്ചു, ഈശോ വരുന്നു എന്നൊക്കെ പറഞ്ഞു. എല്ലാവരും അവർക്കുള്ളതെല്ലാം വിറ്റുപെറുക്കി എന്റെ കൂട്ടത്തിൽ കൂടിക്കോ എന്ന് പറഞ്ഞു. 100 പേര് അയാളുടെ കൂടെ കൂടി. അവസാനം ഇയാള് പറഞ്ഞ സമയത്തൊന്നും ലോകം അവസാനിക്കുന്നില്ല. അവസാനം അയാള് അവരെ എല്ലാവരെയും അവരുടെ എല്ലാം ജീവൻ എടുക്കത്തക്ക രീതിയിലുള്ള പരിപാടികളെല്ലാം ചെയ്ത് വലിയൊരു നാശത്തിലേക്ക് അവരെ നയിച്ചു എന്നാണ് പറയുന്നത്. ആ കാലഘട്ടത്തിലെല്ലാം ഈ ലോകം ഇപ്പൊ അവസാനിക്കും എന്നെല്ലാം പറഞ്ഞുകൊണ്ടുള്ള പ്രവചനങ്ങൾ ഉണ്ടായിരുന്നു. കാരണം എന്താ? കർത്താവ് ഇങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്, രണ്ടെന്നാണ് കാണിച്ചിരിക്കുന്നത്. കർത്താവിന്റെ രൂപത്തിലൊക്കെ രണ്ട്. ഈ രൂപമൊക്കെ ആര് വരച്ചതാണോ? ഒരു പിടിയില്ല. അത് ഏതോ ചിത്രകാരന്മാരൊക്കെ വരച്ചതാ. അപ്പൊ ഇങ്ങനെ ഇരുന്നു. അപ്പൊ രണ്ടെന്ന് കാണിച്ചത് കൊണ്ട് 2000-ൽ നമ്മുടെ കാര്യം തീരുമാനമാകും എന്നൊക്കെ പറഞ്ഞ് ലോകാവസാനം 2000-ൽ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് കുറെ മനുഷ്യരെ പേടിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഭയപ്പെടുത്തുന്നതല്ല നമ്മുടെ വിശ്വാസം. നമ്മുടെ വിശ്വാസം നമ്മളെ ശക്തിപ്പെടുത്തുന്നതാണ്. മഹത്വത്തിനായിട്ട് നമ്മളെ ഒരുക്കുന്നതാണ് നമ്മുടെ വിശ്വാസം. നമ്മൾ ക്രിസ്ത്യാനി ഒരിക്കലും ദൈവത്തെ പേടിച്ച് ജീവിക്കേണ്ടവനല്ല. ഉള്ളിൽ ദൈവത്തെ ലഭിച്ച് അതിന് സന്തോഷം ആഘോഷിച്ച് ജീവിക്കേണ്ടവനാണ്. അവൻ പേടിച്ച് ജീവിക്കേണ്ടവൻ. അതുകൊണ്ട് നമ്മളൊക്കെയാണ് ഇപ്പോഴും പലതിനെയും പേടിച്ചാ ജീവിക്കുന്നത്. കർത്താവ് നമുക്കിട്ട് പണി തരുമോ? പണ്ട് ഒരാൾ പയ്യൻ ചോദിച്ച പോലെ, പിതാവേ, ഈ കോവിഡ് കർത്താവ് നമുക്കിട്ട് പണി തന്നതാണോ? നമ്മൾ വലിയ മിടുക്കന്മാരായിട്ട് ഇരുന്നപ്പോ രണ്ടെണ്ണം കിടറ എന്ന് പറഞ്ഞുകൊണ്ട് പണി തന്നതാണോ? കർത്താവ് നമുക്ക് പണി തരുന്നയാളൊന്നുമല്ല. കർത്താവ് നമ്മളെ രക്ഷിക്കാനായിട്ട് കാത്തിരിക്കുന്നവനാണ്. അതുകൊണ്ട് ആ ഒരു മഹത്വീകരണത്തിനായിട്ട് ഒരുങ്ങുന്ന വ്യക്തികളാണ് നമ്മൾ. നമുക്കൊരിക്കലും നിരാശരാകാനായിട്ട് സാധിക്കുകയില്ല. കർത്താവിന്റെ വരവിനെ നോക്കി പാർത്തിരിക്കുന്ന വ്യക്തികളാണ് നമ്മൾ. നമ്മുടെ ഒരു വലിയ പ്രശ്നം എന്താണെന്നറിയാവോ? നമ്മൾ കർത്താവിലല്ല പ്രത്യാശിക്കുന്നത്, നമ്മൾ മനുഷ്യരിലാണ് പ്രത്യാശിക്കുന്നത്. നമ്മൾ കർത്താവിലല്ല പ്രത്യാശിക്കുന്നത്, നമ്മൾ മനുഷ്യരിലാണ് പ്രത്യാശിക്കുന്നത്. നമുക്ക് മനുഷ്യരെ കുറിച്ചുള്ള പ്രത്യാശയാണ്. കല്യാണം കഴിച്ച എല്ലാവർക്കും ജീവിത പങ്കാളിയെ കുറിച്ച് പ്രതീക്ഷയാണ്. നാളെ അയാൾ കുറച്ചും കൂടെ എന്നെ സ്നേഹിക്കുമായിരിക്കും, അയാളുടെ സ്വഭാവത്തിന് സ്നേഹിച്ചതുവാ. അല്ലെങ്കിൽ നാളെ അവൾ കുറച്ചും കൂടെ നന്നായിട്ട് കുടുംബം നോക്കുമായിരിക്കും. അല്ലെങ്കിൽ എന്റെ പിള്ളേര് നാളെ കുറച്ചുകൂടെ ഭംഗിയായിട്ട് ഒക്കെ ജീവിക്കുമായിരിക്കും, കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യുമായിരിക്കും. നമുക്ക് ഈ മനുഷ്യരിലാണ് നമുക്ക് പ്രത്യാശ. അതാണ് നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത്. പണ്ടൊരിക്കൽ വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലെ ഒരു സ്ത്രീ ഇത്തിരി വേദനയോടെ എന്നോട് പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എന്റെ പിതാവേ, അപ്പൻ എന്നും കുടിയായിരുന്നു, വെള്ളമടിച്ച് കുടുംബം നശിപ്പിച്ച ഒരപ്പൻ. പേടിയായിരുന്നു ഈ അപ്പൻ കള്ളു കുടിച്ച് വീട്ടിലോട്ട് വരുമ്പോൾ. അതുകൊണ്ട് എങ്ങനെങ്കിലും രക്ഷപ്പെടണേ എന്ന് പ്രാർത്ഥിച്ചിരുന്നപ്പോഴാണ് ഒരു കല്യാണാലോചന വന്നത്. 19-ാമത്തെ വയസ്സിൽ ആദ്യം വന്ന
പെണ്ണ് കാണാൻ വന്നവൻ അവന്റെ മുഖത്ത് പോലും നോക്കിയില്ല, സമ്മതിച്ചു, കല്യാണത്തിന് എങ്ങനെയല്ലേ എന്നെ ഇവിടുന്ന് കൊണ്ടുപോക്കോ. എന്നിട്ട് അവള് പറഞ്ഞു, ആദ്യത്തെ 2-3 വർഷം സന്തോഷമായിരുന്നു, എന്നോട് അയാൾക്ക് സ്നേഹമായിരുന്നു, കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി, അയാള് കൊച്ചു കൊച്ചു ജോലികളൊക്കെ ചെയ്ത് കൂലിപ്പണിയൊക്കെ ചെയ്ത് അതെല്ലാം വീട്ടിൽ കൊണ്ടുത്തരും. അങ്ങനെ ഒരു കള്ളു കുടിക്കാത്ത ഒരു മനുഷ്യൻ. ഞാൻ ദൈവത്തിന് ഒത്തിരി നന്ദി പറഞ്ഞു. ഞാൻ സഹിച്ചതിനെല്ലാം എനിക്ക് ദൈവം കൃപ തന്നു എന്ന് ഓർത്ത് ഞാൻ സന്തോഷമായിട്ടിരിക്കുകയായിരുന്നു. പിന്നീട് അയാള് ജോലിക്കെന്നും പറഞ്ഞുകൊണ്ട് ദൂരേക്ക് പോകാൻ തുടങ്ങിയപ്പോ ആഴ്ചയുടെ അവസാനം മാത്രമേ വീട്ടിൽ വരത്തുള്ളൂ. അങ്ങനെ പല ദിവസങ്ങളിലും വരുമ്പോൾ ഇവൾ അപ്പന്റെ കുടിയെല്ലാം സഹിച്ചു വന്നതല്ലേ, അവൾക്ക് എല്ലാത്തിന്റെയും മണമൊക്കെ ഒരുമാതിരി പിടികിട്ടും. അവൾക്ക് മനസ്സിലായി ഇയാൾ കുടിച്ചിട്ടാണ് വരുന്നത്. അതവൾക്ക് സഹിക്കാൻ പറ്റിയില്ല. അവള് പിന്നെ അതിന്റെ പേര് വഴക്കായി. അയാള് പിന്നെയും കുടി തുടങ്ങി. അയാള് വലിയ കുടിയനായിട്ട് മാറി. അവൾക്ക് ഭയങ്കര ദുരിതം, പ്രത്യാശിക്കാനായിട്ട് ഒന്നുമില്ല. പക്ഷെ അപ്പോഴും അവൾക്ക് പ്രത്യാശയുണ്ട്. കാരണം 2-3 ആൺമക്കളാണ് ഉണ്ടായിരിക്കുന്നത്. ഇവന്മാര് വളർന്നു വരുമ്പം കുടുംബം രക്ഷപ്പെടുമായിരിക്കും ഓർത്ത് ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിട്ട് ജീവിക്കുകയാണ്. പക്ഷെ അവള് പറഞ്ഞു, 16 വയസ്സുള്ള മകൻ 10ാം ക്ലാസ്സിൽ അവൻ കഷ്ടിച്ചെങ്ങാണ്ട് ജയിച്ചെന്നും പറഞ്ഞ് കൂട്ടുകാരുടെ കൂടെ പോയി മൂക്കറ്റം കുടിച്ചിട്ട് ഇന്നലെ വീട്ടിൽ വന്നു. ഞാൻ എന്റെ കൈ കെട്ടിയതെല്ലാം എടുത്ത് അവനെ തല്ലി. അപ്പൊ അവൻ പറഞ്ഞു അത്രേ, ഞാൻ എന്റെ അപ്പന്റെ മകനാ, നിങ്ങൾ പോയി പണി നോക്കാൻ. അപ്പൊ അവരെന്നോട് ചോദിക്കാണ്, പിതാവ് ഞാൻ എന്നാത്തിലാണ് പ്രത്യാശിക്കുന്നത്? എന്തിലാണ് പ്രത്യാശിക്കുന്നത്? അവളുടെ വലിയ വേദനയെല്ലാം അവസാനിക്കുന്ന ഒരു നാളിൽ എനിക്ക് അവളോട് പറഞ്ഞു കൊടുക്കാൻ ആഗ്രഹമുള്ളത്, മകളെ, നിന്റെ പ്രത്യാശ ഈ മനുഷ്യരിലല്ല, നീ ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തിൽ പ്രത്യാശ വയ്ക്ക്. ചിലപ്പോ നിന്റെ കെട്ടിയോ നാളെ കൂടി നിർത്തും. നിന്റെ ഈ മക്കളൊക്കെ നേരെ ചൊവ്വേ വരുവായിരിക്കാം. ഇനി വന്നില്ലെങ്കിലും നീ തകർന്നു പോകുന്നില്ല, നിന്റെ കുടുംബവും തകർന്നു പോകുന്നില്ല. അതാണ് ഈ ദൈവത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ടുള്ള ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത്. ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കുന്നത് കൊണ്ടുള്ള നന്മ. നമ്മള് വചനത്തിൽ വായിച്ചു കേട്ടു, ജെറീക്കോയിലേക്കുള്ള വഴിയിലെ അന്ധൻ, അയാൾക്ക് കണ്ണു കാണാൻ വയ്യ, അയാൾ ഈശോയെ കണ്ടിട്ടില്ല, പക്ഷെ അയാൾക്ക് ഈശോയിൽ വിശ്വാസമുണ്ട്. നസ്രായനായ ഈശോയ്ക്ക് എന്നെ സൗഖ്യപ്പെടുത്താൻ സാധിക്കുമെന്ന പ്രത്യാശയിൽ അയാൾ ആ വഴിവെക്കിലിരുന്ന് ധർമ്മം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ പ്രത്യാശയുടെ ഒരു അടയാളമാണ് ആ മനുഷ്യൻ. ആരാണ് കടന്നു പോകുന്നത്? നസ്രായനായ ഈശോ. പിന്നെ അയാള് ചാടി എഴുന്നേറ്റ് നസ്രായനായ ഈശോയെ എന്നെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അയാൾക്ക് അയാളുടെ അകക്കണ്ണിൽ പ്രത്യാശയുണ്ട്. അയാൾക്ക് ശാരീരികമായ അന്ധതയുണ്ടെങ്കിലും അയാളുടെ ഉള്ളിൽ ജ്വലിക്കുന്ന വെളിച്ചമുണ്ട്. ആ വെളിച്ചം കൊണ്ട് അയാൾ ഈശോയെ കണ്ട് കാത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് വിശ്വാസത്തിന്റെ ഗുണം. പ്രത്യാശ നൽകുന്നതാണ് ഈ വിശ്വാസം എന്ന് പറയുന്നത്. നമ്മുടെ മക്കളൊക്കെ എന്തിനാണ് പള്ളിയിൽ പോകുന്നത്, എന്തിനാണ് വിശ്വസിക്കുന്നതെന്നൊക്കെ ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണം, മോനെ, നിന്റെ ജീവിതത്തിൽ മാനുഷികമായ പ്രത്യാശകൾ അവസാനിക്കുമ്പോൾ ദൈവികമായ ഈ പ്രത്യാശ ഒന്ന് മാത്രമാവും നിന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മാനുഷികമായ പ്രത്യാശകളൊക്കെ അവസാനിക്കുമ്പോഴും നിന്നെ മുന്നോട്ട് പോകാൻ നിർബന്ധിക്കുന്നത് ദൈവികമായ പ്രത്യാശ ഒന്ന് മാത്രമായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പ്രത്യാശയുടെ മക്കളാകുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടം ഏലിയാ സ്ലൈവാമോശ കാലം, നമ്മുടെ കർത്താവിന്റെ 2ാമത്തെ വരവിനെ നമ്മൾ പ്രത്യേകമായിട്ട് ധ്യാനിക്കുമ്പോൾ നമ്മൾ ഈ ദൈവിക രഹസ്യത്തിലുള്ള വിശ്വാസത്തിൽ ആഴപ്പെടുകയാണ്. അങ്ങനെ ആഴപ്പെടുമ്പോൾ നമ്മുടെ ഈ ഭൗമികമായ ലൗകികമായ ഒത്തിരി ദുഃഖങ്ങൾ മാറിപ്പോകുന്നു. നമുക്ക് ദൈവികമായ പ്രത്യാശയുടെ ഒരു കാഴ്ച, പ്രകാശം നമുക്ക് ലഭിക്കുകയാണ്. അത് നമ്മളെ മുന്നോട്ട് പോകാനായിട്ട് നയിക്കുന്നു. ആകയാൽ നമുക്ക് ഈ കാലഘട്ടവും വളരെ പ്രത്യാശയോടുകൂടി ജീവിക്കാനായിട്ട് പരിശ്രമിക്കാം. നമ്മുടെ കർത്താവിന്റെ 2ാമത്തെ വരവിനായിട്ട് ഒരുങ്ങാം. അത് ഇന്നോ നാളെയോ ഒക്കെ നമ്മൾ കർത്താവിനെ മുഖാമുഖം കാണേണ്ടി വരും. എന്ന് കണ്ടാലും, എന്നെന്റെ കർത്താവിനെ വിളിച്ചാലും ഞാനിതാ ഒരുങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ കൂടെ കൂടെ കുമ്പസാരിക്കണമെന്നും നമ്മുടെ മനസ്സിനെ നൈർമല്യത്തോടെ കൂടി സൂക്ഷിക്കണമെന്നും എല്ലാം പറയുന്നത്. നമ്മള് എന്ന് കർത്താവിന്റെ അടുക്കിലേക്ക് വിളിക്കപ്പെടുമെന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ട് എപ്പോൾ വിളിച്ചാലും അവനെ കാണത്തക്ക രീതിയിൽ ഒരുങ്ങിയിരിക്കാൻ ഈ കാലഘട്ടം നമ്മളെ പ്രത്യേകമായിട്ട് ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ കാലത്തിന്റെ ചൈതന്യത്തിൽ വളരാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.